ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. വിജയ് ഹസാരെ ട്രോഫി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചില താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട താരം ദേവ്ദത്ത് പടിക്കൽ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു സെഞ്ചുറി മെഷീനായി മാറിയിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ 4 മത്സരങ്ങളാണ് ആകെ പടിക്കൽ കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളിലും സെഞ്ചുറി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ 113 റൺസാണ് പടിക്കൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 116 പന്തുകളിൽ നിന്നാണ് 113 റൺസ് അദ്ദേഹം നേടിയിട്ടുള്ളത്. കർണാടകയ്ക്ക് വേണ്ടിയാണ് പടിക്കൽ കളിക്കുന്നത്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ 147 റൺസും രണ്ടാമത്തെ മത്സരത്തിൽ 124 റൺസും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് പടിക്കൽ. അദ്ദേഹത്തിന്റെ ഈ ഒരു മികവ് അത് RCBക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ RCBയുടെ മറ്റൊരു താരമായ കൃണാൽ പാണ്ഡ്യയും ഇന്ന് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ 63 പന്തുകളിൽ നിന്ന് പുറത്താകാതെ 109 റൺസാണ് കൃണാൽ പാണ്ഡ്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് ഉത്തർപ്രദേശിനെതിരെ 82 റൺസും ബംഗാളിനെതിരെ 57 റൺസും സ്വന്തമാക്കിയ താരമാണ് കൃണാൽ പാണ്ഡ്യ. ബൗൾ കൊണ്ടും അദ്ദേഹം തിളങ്ങുന്നുണ്ട്. ഇത് RCBയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമാണ്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായ ഋതുരാജ് ഗൈക്വാദ് ഇന്നത്തെ മത്സരത്തിലും സെഞ്ചുറി സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് 113 പന്തുകളിൽ നിന്ന് 124 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 12 ഫോറുകളും 3 സിക്സറുകളും നേടാൻ ഋതുരാജ് ഗൈക്വാദിന് കഴിഞ്ഞിട്ടുണ്ട്. 109 അദ്ദേഹത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. മഹാരാഷ്ട്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ക്രീസിലേക്ക് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇന്നിങ്സ് പടുത്തുയർത്തിയത്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസിൽ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഈ ഒരു താരം കളിക്കളത്തിലേക്ക് വന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഋതുരാജിന് ഇപ്പോൾ നല്ല രൂപത്തിൽ കളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സർഫറാസ് ഖാൻ വീണ്ടും ഒരു വെടിക്കെട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത് 157 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 75 പന്തുകളിൽ നിന്നാണ് 157 റൺസ് സർഫറാസ് ഖാൻ ഇപ്പോൾ മുംബൈക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. 9 ഫോറുകളും 14 സിക്സറുകളും ഈ ഒരു ഇന്നിങ്സിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വിജയ് ഹസാരെ ട്രോഫിയിൽ മിക്ക മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സർഫറാസ് ഖാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെന്നൈ സൂപ്പർ കിങ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ചെറിയ തുകയ്ക്ക് ഈ താരത്തെ സ്വന്തമാക്കാൻ CSKക്ക് കഴിഞ്ഞിരുന്നു. നല്ല ഒരു താരത്തെ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.